ഈ നിരവധിയായ ബില്ലുകൾ ഈ സഭാ കാലയളവിൽ വരുന്നുണ്ട്. അതിൽ പല ബില്ലുകളും തൽക്കാലത്തേക്ക് പാസ്സായാൽ പോലും യാഥാർത്ഥ്യമാകില്ല. സർക്കാർ അവസാന കാലഘട്ടത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്ന വിമർശനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉയരുന്നുണ്ട്. പ്രതിപക്ഷം അങ്ങനെ പറയുക എന്നുള്ളത് അവരുടെ ഒരു ജോലി പോലെയാണ് അവർ കരുതുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നേക്കുന്ന ബില്ലുകൾ ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന ബില്ലുകളാണ് സംസ്ഥാന സർക്കാർ ഈ സെഷനിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഈ സെഷൻ തന്നെ ഈ നിയമങ്ങൾ പാസ്സാക്കാനുള്ള നിയമനിർമ്മാണ സഭ എന്നാണ് നിയമസഭയെ നമ്മൾ പറയുന്നത്. നിയമങ്ങൾ പാസ്സാക്കാനുള്ള സെഷൻ തന്നെയാണിത്. കാരണം നമ്മൾ കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ പൂർണ്ണ ബഡ്ജറ്റ് പൂർത്തിയായിട്ട് ഒരുമിച്ച് പാസ്സാക്കി മാർച്ചിനകം പാസ്സാക്കുന്നത് അപൂർവമായിട്ട് നടന്നിട്ടുള്ളൂ. ആകെ ഒരു 10 പ്രാവശ്യമാണ്. 2 പ്രാവശ്യം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് അങ്ങനെ പൂർണ്ണമായും നമ്മൾ ബഡ്ജറ്റ് പാസ്സാക്കി. അപ്പം ബഡ്ജറ്റിൻ്റെ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനില്ല. ആകെ ഈ നിയമസഭയെ പൂർത്തീകരിക്കാനുള്ളത് നിയമങ്ങൾ പാസ്സാക്കുക എന്നുള്ളതാണ്. നിയമങ്ങൾ പാസ്സാക്കുന്നതിന് ഉള്ള നേരത്തെ തന്നെ പ്രോസസ്സിലിരിക്കുന്ന നിയമങ്ങളാണ് നിയമസഭയുടെ മുന്നിൽ കൊണ്ടുവരിക. അതിനകത്ത് ഏതാണ് ജനങ്ങൾക്ക് നല്ലതല്ലാത്ത ഏതുമില്ല ഉള്ളത്. ഏറ്റവും പ്രധാനം വന്യമൃഗങ്ങളെ, ഉപദ്രവകാരികളായ വന്യമൃഗങ്ങളെ കുറച്ചുകൂടി പഴയ കേന്ദ്ര നിയമത്തിൻ്റെ ഒരു വലിയ യാഥാസ്ഥികമായ സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം പന്നിയെ വെടിവെക്കണമെങ്കിൽ പോലും അത് പന്നിയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി നോക്കണം, അത് ഗർഭിണിയാണോ, ഇങ്ങനെയൊക്കെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഇത് ശല്യമുണ്ടാക്കുന്ന ഒരു പിന്നെ മൃഗമാണ്, ഇത് അങ്ങേയറ്റം അപകടകാരിയാണ് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലേക്ക്, വെടിവെച്ച് കൊല്ലാൻ പറ്റുന്ന തരത്തിലേക്കുള്ള നിയമങ്ങളെന്ന് പറയുമ്പോൾ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നതാണ്. അതുപോലെ ഈ കള്ളിങ്ങും അതുപോലെ നിയന്ത്രണവും ഇതുപോലെയുള്ള പ്രൊവിഷൻസ് എല്ലാ നിയമപരമായ കാര്യങ്ങളും നോക്കിക്കൊണ്ടുവന്നേക്കുന്നതാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ച് കാർഷിക മേഖല നേരിടുന്ന നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വന്യമൃഗശല്യം. അതാണൊരു ബില്ല്. ആ ബില്ല് നടപ്പിലാക്കുന്നത് കൊണ്ട് വേറെ നടക്കാൻ പറ്റാത്ത എന്താണ്? ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അതിന് അസെൻറ്റ് കിട്ടാനായിട്ട് താമസം ഉണ്ടാകുന്നൊരു കാര്യമല്ല സമയത്ത് ബില്ല് പാസ്സാക്കിയത്. ഇതുപോലെ തന്നെയാണ് ഏകപാർപ്പിട നിയമം സംബന്ധിച്ചുള്ളത്. അത് ഈ വന്യജീവികളുടെ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടി വരില്ല എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, അത് വാസ്തവത്തിൽ ഇപ്പോഴത്തെ നിലവിൽ പല സംസ്ഥാനങ്ങളും ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തൊരു രാഷ്ട്രീയമായ തർക്കമൊന്നും ഉണ്ടാവേണ്ട ഒരു വിഷയമല്ല ഇത് എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിൻ്റെ നിയമപരമായ എല്ലാ കാര്യവും നോക്കിയിട്ടാണ്. അതിന് താമസം വരില്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം നിയമത്തിനകത്തുള്ള പ്രൊവിഷൻ അനുസരിച്ച് തന്നെ, അല്ലെങ്കിൽ നിലവിലകത്ത് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് തടസ്സം പറ്റില്ല. അത് വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. എത്ര പേരാണ് പന്നി ആക്രമിച്ചിട്ടും വന്യമൃഗങ്ങളെ ആക്രമിച്ചിട്ടും ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ചിലരാണെങ്കിൽ ഇപ്പോഴും അങ്ങ് കിടക്കയിൽ കിടക്കുന്ന തരത്തിലേക്ക് മൊത്തം നടന്നു കിടക്കുന്ന അനുഭവമുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പോൾ വന്യമൃഗങ്ങൾ ഉണ്ടാക്കുന്ന ഈ ശല്യം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതിരുന്നാലുള്ള ശല്യം വളരെ വലുതാണ്. അതിന് പറ്റുന്ന നിയമമാണത്. അത് പാസ്സാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. പിന്നെ ഏകപാർപ്പിട നിയമം ആ ബില്ലിൻ്റെ അകത്താണെങ്കിൽ പോലും സർക്കാർ നിലവിൽ വലിയ ഭീമമായ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്നാണ് പറയുന്നത്. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ബില്ല് വരികയും ഈ പാർപ്പിടം സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നിധിയിൽ നിന്ന് പണം നൽകുന്ന ഒരു പ്രായോഗിക സർക്കാർ വലിയ തോതിലുള്ള പണം മുടക്കുന്ന ഒരു ബില്ലല്ല അത് വരിക. അതിനകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഏതൊരാൾക്കും വീടുള്ളവരെ അങ്ങ് പിന്നെ അവർ പണമടക്കാതിരിക്കാമെന്നല്ല. 5 ലക്ഷം രൂപയുടെ ലോണാണ് വീട് എടുക്കാനായിട്ട് എടുത്തേക്കുന്നത്. 5 കഴിഞ്ഞ് പലിശയും കൂടെ 10 ലക്ഷം രൂപ. അതിനകത്തൊരു നിധി ഉണ്ടാക്കും, പ്രത്യേക ഒരു ഫണ്ട് ഉണ്ടാക്കും. അത് പലതരത്തിലുള്ള സോഴ്സുകളിൽ നിന്നായിരിക്കും. അതല്ലാതെ ഓരോ ഇഷ്ടംപോലെ എത്ര വന്നാലും ഇനി ആരെങ്കിലുമൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അടയ്ക്കേണ്ട എന്ന് വെച്ചിട്ട് കൊണ്ടുവന്ന് അതിന് സഹായിക്കാനല്ല. വീട്ടിൽ കടക്കാടത്ത് നിന്ന് ഇറക്കി വിടുന്ന ഏറ്റവും ദുരിതം വന്നേക്കുന്ന ആളുകളുടെ കാര്യമുണ്ടെങ്കിൽ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനാണ് ആ ബില്ല് കൊണ്ടുവരുന്നത്. അതൊരു മാതൃകാ ബില്ലാണ്, പുതിയൊരു പരീക്ഷണമാണ്. അതിനകത്ത് നടത്തി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ വലുതായി വരില്ല എന്നാണ് കരുതുന്നത്. അതാണ് ധനകാര്യമന്ത്രി എന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ ഇത്തരമൊരു ബില്ല് പാസ്സാക്കിയാൽ സ്വന്തമായി ചെറിയൊരു പാർപ്പിടമുള്ള ഒരാൾക്ക് പോലും ലോൺ കിട്ടാത്ത അവസ്ഥ ബാങ്കാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്? ചെറിയ ഒരു പാർപ്പിടമുള്ള ആൾക്ക് ലോൺ കിട്ടാത്ത അവസ്ഥ സാധാരണ വരേണ്ട കാര്യമില്ല. അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. കാരണം ആ എല്ലാ പ്രത്യേക തരത്തിലുള്ള സാഹചര്യങ്ങളോ നാച്ചുറൽ കലാമിറ്റിയും വലിയ രോഗങ്ങളും കോവിഡും പോലെയൊക്കെ വരുന്ന സമയത്തൊക്കെ അല്ലാതെ സാധാരണ അങ്ങനെ കിട്ടാതെ വരില്ല. കാരണം ലോൺ കൊടുക്കുന്ന എപ്പോഴും ആ ലോൺ തിരിച്ച് കിട്ടുന്നതിൻ്റെ സ്ഥിതി നോക്കിയിട്ടായിരിക്കും. അതുകൊണ്ട് ഇതൊരു ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നത്. അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെ ഈ കർഷകരുടെ കടമെഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി കൊണ്ടുവന്നിട്ട് ധാരാളം കർഷകരെ ആത്മഹത്യ ചെയ്ത് രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ദുരുപയോഗപ്പെടുത്തുന്ന കേസുകൾ വരാം. അങ്ങനെ വരുമ്പോൾ അതിനെ നമുക്ക് ഒഴിവാക്കി നിർത്താനുള്ള നടപടിക്രമങ്ങളാണ്. അതുപോലെ താങ്കൾ നേരത്തെ പറഞ്ഞു GST ഇപ്പോൾ വില കുറഞ്ഞു. ഇവിടെ ബില്ലുകളുടെ കാര്യം പറഞ്ഞിട്ട് നേരെ ബില്ലുകൾ കഴിഞ്ഞോ?